വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. കുറേ നാൾക്ക് ശേഷം ചൈനയിലെ വ്ളോഗ് നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. 3 ദിവസം കൊണ്ട് നിർത്തിയ വ്ളോഗ് ഇതാ 4ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ചൈനയിലെത്തിയ കഴിഞ്ഞ് 3 ദിവസവും 3 വ്ളോഗുകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1ാമത്തെ ദിവസം ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ പോയ അതിഗംഭീരമായൊരു എക്സ്പീരിയൻസ്, 2ാമത്തെ ദിവസം ഫോർബിഡൻ സിറ്റിയും ടിയാൻമെൻ സ്ക്വയറും. ഈ രണ്ട് സ്ഥലവും അടുത്തടുത്താണ് ആയതിനാൽ തന്നെ രണ്ടും ഒരു വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. 3ാമത്തെ ദിവസം ചൈനയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ ബേർഡ്സ് നെസ്റ്റ് സ്റ്റേഡിയത്തിൽ പോയത്. ഇത് 3ഉം ഞാൻ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം പോലെ കാണുക. ഇന്ന് നമ്മൾ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അത് പറയുന്നതിന് മുമ്പ് മെയിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇതിനു മുമ്പ് പോയ സിംഗപ്പൂരായാലും ദുബായ് ആയാലും തായ്ലൻഡ് ആയാലും എവിടെയായാലും ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പക്ഷേ അധികം വലിച്ചു വരെയൊന്നും കഴിക്കുന്നില്ല. നമുക്ക് വയറ് നിറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പ് വരെ നിർത്തണമെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ കഴിക്കുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മുടെ ബസ് വന്നു. നമ്മൾ നമ്മുടെ ഹോട്ടലിനോട് വിട പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. എങ്ങോട്ടാണെന്നാണ് ഇനി അടുത്ത ചോദ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, നീളം വെച്ചായാലും വണ്ണം വെച്ചായാലും ഏറ്റവും വലിയ 2ാമത്തെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ചൈനയിലാണ്. ചൈനയിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഷാൻജിയാജിയിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഇത് പണിതപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 1ാമത്തെ ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. പക്ഷേ അത് പണിത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ടിബറ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നു. അത് ഏകദേശം 1 കിലോമീറ്ററിന് നീളമുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇത് പണിതപ്പോൾ ഇതായിരുന്നു ഏറ്റവും വലുത്. ഇതിപ്പോൾ 1/2 കിലോമീറ്ററോളം, ഏകദേശം 480 മീറ്ററിനടുത്തുള്ളൊരു വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് പണിതപ്പോൾ ഇതായിരുന്നു ഏറ്റവും വലുത്. പക്ഷേ ഇതിന് ശേഷം ടിബറ്റിൽ അവർ വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് പണിതു. അതിന് നമ്മൾ ടിബറ്റിൽ പോകുമ്പോൾ കാണും. എനിവേ, വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങ് അറ്റം വരെ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 480 മീറ്റർ ഉണ്ട്. അതായത് ഏകദേശം 1/2 കിലോമീറ്റർ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരുപാട് ഗ്ലാസ് ബ്രിഡ്ജ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ബ്രിഡ്ജുകൾ ഈ വയനാടായാലും ഇടുക്കിയിലായാലും കേരളത്തിന് പുറത്താണെങ്കിൽ ചെന്നൈയിലായാലും. പക്ഷേ അതൊന്നും ഇതിൻ്റെ 7 അയലത്ത് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ്. കാണാത്തവർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പേടിയുള്ളവർക്ക് ആ സൈഡിൽ കാണുന്ന ഒരു ലൈനുണ്ട്, അവിടെ കൂടെ നടക്കാൻ പറ്റുള്ളൂ. ഈ ഗ്ലാസിൻ്റെ പുറത്തുകൂടെ നടക്കാൻ പേടിയുള്ളവർ ഒരുപാടുണ്ട്. ഞാൻ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുമ്പോൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഒരു ഗ്ലാസിൻ്റെ അറ്റ്ലീസ്റ്റ് നല്ല തിക്നെസ് ഉള്ള ഗ്ലാസ്സാന്ന് പോലും ഓർക്കുന്നില്ല അവർ. പക്ഷെ അത്രയും പേടിയുള്ളവരുണ്ട്. അത്രയ്ക്കും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പേടിയില്ലാത്തവർക്ക് ഭയങ്കര വേറൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെറും ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രമല്ല. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുന്നത് ഷാൻജിയാജി നാഷണൽ ഫോറസ്റ്റ് പാർക്കാണ്. പ്രശസ്തമായൊരു നാഷണൽ ഫോറസ്റ്റ് പാർക്കാണ്. ഏകദേശം ഇങ്ങനെ കിടക്കുവാണ് ഈ നാഷണൽ ഫോറസ്റ്റ് പാർക്ക്. അതിൻ്റെ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതേ ഉള്ളൂ. പെർ ഡേ ഏകദേശം ഒരു 20,000 to 80,000 ആൾക്കാർ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം ഒരു സമയത്ത് ഏകദേശം 3,000 ആൾക്കാർക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കാം. പറഞ്ഞ പോലെ തന്നെ ഏകദേശം 550 മീറ്റർ, അതായത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം വീതിയാണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, 1/2 കിലോമീറ്ററാണ് വീതി. ഇതൊരു ജസ്റ്റ് ഒരു 10-15 ഇയേഴ്സ് 15 വർഷം മുമ്പ് ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് നീളം വൈസ്. പക്ഷേ അതിനുശേഷം ടിബറ്റിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നു. അത് ഏകദേശം 1 കിലോമീറ്ററിനടുത്തോളം ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ വേൾഡിലെ ലാസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് സെക്കൻഡ് വണ്ണാണ്. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം പേടിയുള്ളവർക്ക് ഭയങ്കര പാടാണ് ഈ കാര്യം. സൈഡിൽ ഇവിടെ ഒരു വെള്ള ബോർഡർ പോലെ ഉള്ളവർക്ക്, ഞാൻ പേടിയുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ നടക്കണേ, പേടിയുള്ളവർ അതിൽ കൂടെ നടക്കുള്ളൂ. പക്ഷെ നമ്മൾ ഗ്ലാസ്സിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നടക്കാനാണ് പതിവ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. പേടിക്കേണ്ട ആവശ്യം എൻ്റെ അറിവിലില്ല. കാരണം ജസ്റ്റ് ഒരു കോമൺ സെൻസും മതി. കാരണം അങ്ങനെയൊന്നും വീഴാത്തൊരു സംഭവമാണ് എന്ന് മനസ്സിനൊന്നും തോന്നിപ്പിച്ച ജസ്റ്റ് പേടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ലൊരു സീനറി, നല്ലൊരു എക്സ്പീരിയൻസുമാണ്. കാരണം അവിടെ എന്താ പറയുക, ഇവിടെ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വലിയ മലകളെ കണക്ട് ചെയ്യുന്നൊരു മെയിൻ ബ്രിഡ്ജാണ്. അപ്പം അതൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആക്കിയപ്പോൾ നല്ല ടൂറിസ്റ്റുകൾ വരുന്നതിൻ്റെ ഒരു സ്പോട്ട് പോയി. നമ്മൾ നേരത്തെയാണ് വന്നത്, അതായത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ. ഇത് ഓപ്പൺ ചെയ്യുന്നത് വെളുപ്പിനെ 9 മണിക്ക്, ഇവിടുത്തെ 9 മണിക്കാണ്. ആ 9 മണിക്ക് തന്നെ ഇത്ര ആൾക്കാർ ഇത് കാണാൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഷാൻജിയാജി എന്ന് പറഞ്ഞാൽ ചൈനയിലെ ഏറ്റവും ചെറിയൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കുകയും അവിടെ എന്താ പറയുക, ഒരു പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് 10,000-5,000 പേര് ഇങ്ങനെ വരിക, ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക, വലിയൊരു കാര്യമാണ്. അറ്റ് എ ടൈമിൽ ഏറ്റവും കൂടുതൽ കയറാൻ പറ്റുന്ന ഗ്ലാസ് ബ്രിഡ്ജുകളിൽ ഏറ്റവും ഫസ്റ്റ് സ്ഥാനമാണ് ചൈനയിലെ ഈ ഷാൻജിയാജിലുള്ള നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൽ. പക്ഷേ ഞാൻ പറഞ്ഞ നേരത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്, അതായത് ടിബറ്റിൽ ഒരേ സമയത്ത് 400 പേർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ് ഫസ്റ്റ്. പക്ഷേ
ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ ടിബറ്റിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഫസ്റ്റ്. എന്തൊക്കെ ധൈര്യം പറഞ്ഞാലും ഞാൻ ഇവിടെ വന്നിട്ടൊരു 70% പേരെയും പേടിച്ചാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഗ്ലാസിൻ്റെ പൊക്കത്ത് കയറി ഈ മുള്ളുള്ള പാടത്തോടെ നടക്കുന്ന ഒരു പേടിയാണ് എല്ലാവർക്കും. ഇവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ നമ്മൾ കവർ ചെയ്തു. എന്താ പറയുക, ഇവിടെ 1 hour ആയിരുന്നു നമുക്ക് തന്ന ടൈം. ആ 1 hour ഏകദേശം നമ്മൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു. ഞാൻ നേരത്തെ കാണിച്ചില്ല, അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ബഞ്ചി ജമ്പിങ് ഉണ്ട്, കേബിൾ കാറിൻ്റെ ഡ്രൈവ് ഉണ്ട്, പിന്നെന്താ പറയുക, നമ്മൾ ഈ മറ്റേ ട്രക്കിങ് പോലെ അവരുടെ രീതിയിൽ അവരുടേതായിട്ടുള്ള സെക്യൂരിറ്റി മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ട്രക്കിംഗ് ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ എക്സ്ട്രാ നല്ല കാശ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തെ കാശ് കൊടുക്കേണ്ടി വരും. അതായത് ഇന്ത്യൻ മണി ഒരു ബഞ്ചി ജമ്പിങ്, നല്ല ബഞ്ചി ജമ്പിങ് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ അത് ഇന്ത്യൻ മണി ഒരു 10-25,000 കൊടുക്കേണ്ടി വരും. ഒരു കാര്യമില്ല, നമുക്ക് ബഞ്ചി ജമ്പിങ് ചെയ്യാൻ വേറെ കുറേ രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ചൈന വന്ന് ചെയ്യേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല. പണ്ട് തായ്ലൻഡിൽ പോയപ്പം പാരാഗ്ലൈഡിങ്ങും ബഞ്ചി ജമ്പിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എന്തിനാ, നമുക്ക് വേറെ രാജ്യങ്ങൾ ഇനി പോകാൻ കിടക്കുകയല്ലേ. ഇനി ഓണത്തിനും ക്രിസ്മസിനും എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ബഞ്ചി ജമ്പിങ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നു, അടുത്ത സ്ഥലത്തിലേക്ക് പോകുന്നു. ഏത് സ്ഥലമാണെന്ന് ഞാൻ വഴിയെ പറയാം. ഈ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്റ്റീവ് ടൈപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പോയാൽ ഭയങ്കര അത്ഭുതമാണ്. 2 പില്ലറിൽ ഇങ്ങനെ എന്താ പറയുക ഹാങ് ചെയ്ത് വെച്ചിരിക്കണ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. പക്ഷേ പേടിയും വരും, പേടിയുള്ളവർക്ക്. ഇവിടെ കൂടുതലും വരുന്നത് നമ്മുടെ ഇന്ത്യക്കാരോ, അതായത് നമ്മുടെ ആ ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യങ്ങളൊന്നുമല്ല. കൂടുതലും ഇവിടുത്തെ ഈ രാജ്യത്തുള്ള ചൈനക്കാരും പിന്നെ ജപ്പാൻകാരും, അവരാണ് ഒരു പെർസെൻറ്റേജ്, ഒരു സെറ്റ് ഓഫ് പെർസെൻറ്റേജ് ആൾക്കാർ ജപ്പാൻകാരാണ് കൂടുതലും വന്നത്. അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. ആരും പറഞ്ഞതെന്നല്ല, ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് എല്ലായിടത്തും കേട്ടോ, ഇവിടെ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ പോയാലും ജപ്പാൻകാർ ഇങ്ങോട്ട് നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. പിന്നെ ഇന്ത്യക്കാരും ഉണ്ട്, പക്ഷെ കുറവാണ്. ജപ്പാൻകാരുടെ നല്ലൊരു അട്രാക്ഷനാണ് ചൈനയിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും. എന്താണെന്നറിയില്ല. ഇവിടുന്ന് നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അത് കഴിഞ്ഞു പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് എനിക്ക് പറയാനുണ്ട്. ആദ്യം നമുക്ക് ഫുഡിനെ കുറിച്ച് പറയാം. ഇവിടെ വന്നതിന് ശേഷം കൂടുതലും കഴിക്കുന്ന ഇന്ത്യൻ ഫുഡല്ല, ചൈനീസ് ഫുഡാണ്. അതുപോലത്തെ ടൈപ്പ് ഫുഡായി ചൈനീസ് ഫുഡ്. നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം, തായ്ലൻഡിൽ നമ്മൾ കഴിച്ചൊരു വ്ളോഗ് ഞാൻ ഇട്ടായിരുന്നു. അതിനെ സാമ്യപ്പെടുത്തുന്ന പല ടൈപ്പ് ഫുഡ്സും, എന്താ പറയുക, ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള കുറേ ഫുഡ്സൊക്കെ ഉണ്ടെങ്കിലും അതും വെറൈറ്റിയാണ്. മനസ്സിലായില്ലേ? ഇപ്പം ചൈനയിൽ വന്നിട്ട് കഞ്ഞി കുടിക്കണമെന്ന് നിർബന്ധിച്ചാൽ എന്നാൽ പിന്നെ വീട്ടിൽ കഞ്ഞി കുടിച്ചാൽ പോലെ എന്നുള്ളൊരു പഴഞ്ചൊല്ല് പോലത്തെ ഒരു ടോക്കുണ്ടല്ലോ, അതിനെ സാമ്യപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണിന് കുളിർമയേക്കുന്ന ഒരു അടിപൊളി കാഴ്ച ഞാൻ കാണുന്നത്. നല്ല പ്രമാദമായൊരു ലഞ്ചിന് ശേഷം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇത് വേറെ എങ്ങോട്ടുമല്ല, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, പലരും ടി വിയിലൂടെ ഫോണിലൂടെ കണ്ടിട്ടുണ്ടാവും. അവതാർ മൗണ്ടെയ്ൻസ്. അവതാർ സിനിമ ഷൂട്ട് ചെയ്ത ഷാൻജിയാജിൻ നാഷണൽ ഫോറസ്റ്റ് പാർക്കിലുള്ളൊരു മൗണ്ടെയ്നാണ് അവതാർ മൗണ്ടെയ്ൻ. 10-15 വർഷങ്ങൾക്ക് മുമ്പ് അവതാർ സിനിമ ഷൂട്ട് ചെയ്യാൻ വന്നതിന് ശേഷമാണ് ഈ ഷാൻജിയാജിൻ നാഷണൽ ഫോറസ്റ്റ് പാർക്കിലെ ഈ മൗണ്ടെയ്ൻ ഇത്രയും വലിയൊരു ടൂറിസം ആയത്. പക്ഷേ അതിനു മുമ്പും കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ആരും അത്ര ടൂറിസമായിട്ട് കണക്കാക്കിയില്ല. ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് കയ്യും കണക്കും ഇല്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോസൊക്കെ നോക്കിയാൽ ഭയങ്കര നല്ല അടിപൊളി വിഷ്വൽസ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മൗണ്ടെയ്ൻസൊക്കെയാണ്. കയറുമ്പോൾ അറിയാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല എപ്പിക്കായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ചൈനയിലെ അവതാർ മൗണ്ടെയ്ൻ. ഈ അവതാർ മൗണ്ടെയ്നിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഈ അടുത്തിറങ്ങിയ ലൂസിഫറിൻ്റെ 2ാം ഭാഗം എമ്പുരാനിൽ കാണിച്ചിട്ടുണ്ട്. വേറെ എവിടെയല്ല. അതിൽ ക്ലൈമാക്സ് പോർഷൻ ലാസ്റ്റ് ആ റിക്യൂണിനെ കാണിക്കുന്ന, മറ്റേ ചൈനീസ് നടൻ റിക്യൂണിനെ കാണിക്കുന്ന സമയത്ത് അവതാർ മൗണ്ടെയ്നിൽ നിന്നുള്ളൊരു എന്താ പറയുക, ഒരു വൈഡ് ഷോട്ടിൽ നിന്നാണ് ചൈനയുടെ ഒരു ഇത് കാണിക്കുന്നത്. ഞാൻ ആ സ്ഥലം എത്തുമ്പോൾ പറയാം, ഇപ്പോൾ എത്തിയിട്ടില്ല. നമ്മൾ ആ കാണുന്ന ലിഫ്റ്റ് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം പൊക്കമുണ്ട്. ആ ലിഫ്റ്റിന് ഏകദേശം ഒരു 525 മീറ്റർ ടോളസ്റ്റ് ആണ് ആ ലിഫ്റ്റ്. ആ ലിഫ്റ്റിൽ കൂടെ നമ്മൾ മേളിൽ പോയി. ഇപ്പോഴും മേളിൽ എത്തിയിട്ടില്ല. ഇതിനും മേളിലെത്തുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ എമ്പുരാനിൽ ആ ലാസ്റ്റ് ഒരു റിക്യൂണിനെ കാണിക്കുന്നതിന് മുമ്പുള്ള വൈറ്റ് ഷോട്ടിലുള്ള അവതാർ മൗണ്ടെയ്ൻസിൻ്റെ ഒരു വ്യൂ. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നമ്മൾ വാക്കിങ് തന്നെ കഴിഞ്ഞു. നടന്ന് ഒരു 1/2 മണിക്കൂറോളം കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കാണിച്ച 1/2 കിലോമീറ്റർ, ഏകദേശം ഒരു 524 കിലോമീറ്റർ പൊക്കമുള്ള ആ ലിഫ്റ്റിലൂടെ മേളിലേക്ക്, ഏറ്റവും മേളിലേക്ക് പോവുക. അവിടെ നിന്ന് തീർന്നിട്ടില്ല. നടന്ന് പിന്നെയും ഏറ്റവും മേളിലെത്തിയാൽ അവതാർ മൗണ്ടെയ്ൻസിൻ്റെ ആ റിയൽ വ്യൂ കാണാൻ പറ്റുള്ളൂ. ഏകദേശം 12,000 ഏക്കർ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ ഷാൻജിയാജിൻ നാഷണൽ ഫോറസ്റ്റ്. അതിൽ തന്നെ ഒരു സ്ഥലത്താണ് നമ്മൾ നേരത്തെ പോയത്. ഏത്? ഗ്ലാസ് ബ്രിഡ്ജ്. വേൾഡിലെ തന്നെ 2nd ലാർജസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ നേരത്തെ പോയത്. ആ സ്ഥലത്ത് സെയിം പ്ലേസിൽ തന്നെ ഇച്ചിരി ഏക്കർ ഇങ്ങോട്ട് മാറി സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ അവതാർ മൗണ്ടെയ്ൻ. ഇതെല്ലാം ഒരു ലൊക്കാലിറ്റിയാണ്. പക്ഷേ നല്ല ദൂരമുണ്ട്. 10-12,000 ഏക്കർ വ്യത്യാസമുള്ളതുകൊണ്ട് നല്ല ദൂരമാണ്.
ഒരു മണിക്കൂറോളം നമ്മൾ നടന്ന് പോകുന്നുണ്ടെങ്കിലും ഏകദേശം അടുക്കാറായി. ഈ ബസ് കാണുന്ന പോലെ 4 ബസ് നമ്മൾ കടന്നു. ഫസ്റ്റ് കയറിയപ്പോൾ ഒരു ബസ്സായി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ വന്ന് ഇറങ്ങുമ്പോൾ 4ാമത്തെ ബസ്സാണ്. ഒരുപാട് പേര് കാണാൻ കാത്തിരിക്കുന്നൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒട്ടേറെ രാജ്യക്കാർ, ജാപ്പനീസുകാരാണ് കൂടുതൽ, കൊറിയക്കാരുണ്ട്, ഇന്ത്യക്കാർ വളരെ കുറവാണ്. അതുപോലെ അവർക്ക് പറ്റിയ ഫുഡ്സ്, നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഫുഡ്സൊക്കെ വേറൊരു സെക്ഷനാണ്. നമ്മളിപ്പോൾ കാണുന്നതല്ല, ഇത് ജാപ്പനീസ് ഫുഡ്സ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് കാഴ്ചകൾ അതുപോലെ കാണാൻ ഇനിയും കിടക്കുന്നു. നടന്ന് 1.5 hour ശേഷം അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ അവതാർ സിനിമയിൽ കണ്ട, നമ്മൾ എമ്പുരാനിൽ ലാസ്റ്റ് ആ ക്ലൈമാക്സ് പോർഷനിൽ കണ്ട അവതാർ മൗണ്ടൈൻ. ഇതാണ് അവതാർ മൗണ്ടൈൻ. ഇവിടെ നിന്നുള്ള ലോങ് വ്യൂവും, അവതാർ സിനിമയുടെ ഒരു 80% ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അന്ന് ആ സമയത്തൊക്കെ 2011-12 ആ സമയത്തൊക്കെ ഇവിടെ എൻട്രിയേ ഇല്ലായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് തന്നെ മൊത്തം ഹോൾ ഷൂട്ടിംഗ് ആയിരുന്നു. കുറേയൊക്കെ ഗ്രാഫിക്സാണ്. ഈ എന്താ പറയുക, ഈ മലകളുടെ ഇടയ്ക്കൂടെ പറ്റാത്ത ഷൂട്ടിങ്സൊക്കെ അവർ ഗ്രാഫിക്സും ഏകദേശം 70% അവതാർ മൗണ്ടൈൻ്റെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ അതിനുശേഷമാണ് ഈ ഒരു അവതാർ മൗണ്ടൈൻ ഇത്രയും എന്താ പറയുക ടൂറിസം റിച്ചായത്. കണക്കിന് നടത്തത്തിന് ശേഷം നമ്മൾ അവസാനം താഴത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ അതായത് അവതാർ മൗണ്ടൈൻ്റെ ഒരു കോമ്പൗണ്ടിൽ തന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 4-5 മണിക്കൂറോളമായി. ഇനിയിപ്പോൾ കേബിൾ കാർ കയറുക, താഴത്തേക്ക് ഇറങ്ങുക എന്നാണ് നമ്മുടെ ഗൈഡ് ചേട്ടനായ സുധീർ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നൊരു പിടുത്തമില്ല. നടന്ന് കുഴഞ്ഞ് കേസ്. അയ്യോ, അപ്പോൾ എൻ്റെ ഇങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ ആലോചിച്ചോണ്ട് അച്ഛനൊട്ടും വയ്യ. കാരണം ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് നടന്നൊരു ഇതായി. ഇനി നമ്മൾ കേബിൾ കാർ കയറുക, നേരെ ആ ലിഫ്റ്റിൽ വന്ന അത്രയും പൊക്കം നേരെ താഴത്തേക്ക് കേബിൾ കാർ വഴി പോവുക. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അവതാർ മൗണ്ടൈനെ കുറിച്ച് ഒന്നും പറയാനില്ല. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പല സെറ്റാണ്. എന്താ പറയുക, ഫോറസ്റ്റിനകത്തും കേബിൾ കാറിൻ്റെ അകത്ത് ഒരു എക്സ്പീരിയൻസും എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വൺ ഓഫ് മൈ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എൻ്റർ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയണം. കാരണം അത്രയും വളരെ ഒരു മികച്ച അനുഭവമായിരുന്നു ഇന്നത്തെ ദിവസം. ഒരുപാട് ഭയങ്കര കാഴ്ചകൾ, അവതാർ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം, ഇപ്പോൾ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം, ഇതൊക്കെ കാണാൻ സാധിച്ചതും പിന്നെ ചൈനയിൽ വന്നിട്ട് ഇത്രയും വലിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാധനം കണ്ടത് തന്നെ വലിയ മഹാഭാഗ്യം. ഒരു ബക്കറ്റ് ലിസ്റ്റിലില്ല, എൻ്റെ ആഗ്രഹത്തിലുള്ള ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു സ്ഥലം കാണാൻ പറ്റിയത് ഒരുപാട് ഭാഗ്യം. അത്രയും ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഷാൻജിയാജിയിലുള്ള ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. നമ്മൾ നമ്മുടെ റൂമിലേക്ക് ചെന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഒരുപാട് നല്ല കാഴ്ചകളായി നാളത്തെ ദിവസം വേറെ വ്ളോഗായി വീണ്ടും വരുന്നതായിരിക്കും. Day 5 കമ്മിങ് സൂൺ. ഗുഡ് ബൈ.